ഹായ് ഫ്രണ്ട്സ്, റീൽ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് മുതലപ്പുഴയിലാണ്. മുതലപ്പുഴയിൽ നല്ല രീതിയിൽ വറ്റ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ വറ്റ പിടിക്കാനാണ്, ഒറ്റത്തുമ്പ് ഉപയോഗിച്ചാണ് വറ്റ പിടിക്കുന്നത്. അപ്പോൾ ഒറ്റത്തുമ്പിൽ വെയിറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലൊരു നെയിൽ കട്ടറാണ്. നെയിൽ കട്ടറാകുമ്പോൾ നല്ല തിളക്കമുണ്ട്, അപ്പോൾ മീൻ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒറ്റത്തുമ്പ് ഇതാണ്, ഞാൻ തന്നെ കെട്ടി ഞാൻ തന്നെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ്, അതൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അതാ ഫസ്റ്റ് കാസ്റ്റ്. മീൻ അടിക്കോ ഇല്ലയെന്ന് നോക്കാം. നല്ല രീതിയിൽ മീൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഉടൻ തന്നെ മീൻ അടിക്കും എന്നാണ് ഉറപ്പ്. ആ മീൻ അടിച്ചിട്ടുണ്ട്. എനിക്ക് സ്റ്റിക്ക് കാണുമ്പോൾ അറിയാം മീൻ അടിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ വറ്റക്കുട്ടി, അതായത് വറ്റപ്പാര ഫസ്റ്റ് മീനിക്ക്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് തന്നെ ക്യാമറ എൻ്റെ ചെസ്റ്റിൽ ഹോൾഡ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാണുന്നവർ എന്നോട് ക്ഷമിക്കുക. ഇതാ അടുത്ത കാസ്റ്റ്. ഓരോ കാസ്റ്റിലും ഓരോ മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ വറ്റയുടെ ആക്ടിവിറ്റി ഉണ്ട്. നല്ല രീതിയിൽ വെള്ളത്തിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഒറ്റത്തുമ്പ് വലിച്ച് കൊണ്ടുവരുന്ന സമയത്ത്, കാസ്റ്റ് ചെയ്ത് വലിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ബാക്കിൽ നിന്ന് ഫോളോ ചെയ്ത് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് മുന്നേ മുട്ടിലോട്ടൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. സബിക്കിയിലൊക്കെ. ഇവിടെ ഞാൻ ഒറ്റത്തുമ്പാണ് യൂസ് ചെയ്യുന്നത്. ഒറ്റത്തുമ്പിൽ ഓരോ മീൻ വന്ന് അടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഒരു പ്രത്യേക ഫീലാണ്. അതിൻ്റെ വൈബ്രേഷനും പ്രത്യേക ഫീലാണ്. വീണ്ടും കാസ്റ്റ് ചെയ്തു, വീണ്ടും ഇതാ അടുത്തത് കിട്ടി. അറഞ്ചം പറഞ്ചം ഇടുക പിടിക്കുക അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മുതലപ്പുഴയിൽ. ഇപ്പോൾ ഈ സമയങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും, അതായത് മുതലപ്പുഴയല്ല, എല്ലാ ഹാർബറുകളിലും, എല്ലാ പുളിമുട്ടുകളിലും, അല്ലെങ്കിൽ എല്ലാ കായൽ ഭാഗങ്ങളിലും ഇതുപോലെ വറ്റയുടെ ആക്ടിവിറ്റി, അത് വറ്റയുടെ സീസണാണ്. വറ്റയുടെ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള സബിക്കയോ ഒറ്റത്തുമ്പോ യൂസ് ചെയ്താൽ ഉറപ്പായും മീൻ കിട്ടും. അപ്പോൾ മുതലപ്പുഴയിൽ വറ്റ പിടിക്കാൻ, അതായത് പാര മീൻ പിടിക്കാൻ വേണ്ടി പോകണം അല്ലെങ്കിൽ വരണം, അത് താല്പര്യമുള്ളവർ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പാര കിട്ടും. നല്ല രീതിയിൽ ആക്ടിവിറ്റി ഉള്ള ടൈമാണ് വറ്റയ്ക്ക്. അതായത് നിങ്ങൾക്ക് കാണാം, ഞാൻ എറിയുന്നു അടിക്കുന്നു, കാസ്റ്റ് ചെയ്യുന്നു, അടിക്കുന്നു, എടുക്കുന്നു, ഇടുന്നു. നല്ല രീതിയിൽ വറ്റ കയറി നിൽപ്പുണ്ട്. എറിയുന്നു അടിക്കുന്നു. അറഞ്ചം പറഞ്ചം, അതായത് ചറപ്പറ വറ്റ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈപ്പ് വറ്റയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പിടിക്കുന്ന കൂട്ടത്ത് അത് പിടിക്കുന്ന സമയത്ത് മീൻ ഇളകി പോവുകയാണെങ്കിൽ ഈ പാറക്കെട്ടുകൾക്ക് ഉള്ളിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയൊന്നും സംഭവിക്കാതെ പെട്ടെന്ന് തന്നെ അതിനെ പിടിച്ച് അത് സഞ്ചിയിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മൾ കരയിലെത്തുന്ന മീൻ നമ്മളെ കയ്യിൽ നിന്ന് കൈനഷ്ടം വരും. അതായത് പാറക്കെട്ടുകൾക്കുള്ളിൽ പോയാൽ നമുക്ക് എടുക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലോട്ട്, അതായത് ഉള്ളിലോട്ട് ആഴ്ന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ചറ പറയുന്ന എനിക്ക് മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ മുതലപ്പുഴയിലാറ്റം ഈ ഫിഷിങ്ങിനായിട്ട് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മടുപ്പ് തോന്നില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വറ്റ പിടിച്ച് വീട്ടിൽ കറിക്കുള്ളതായിരുന്നാലും ഫ്രൈ ചെയ്യാനുള്ളതായിരുന്നാലും ആവശ്യത്തിന് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. തുടക്കക്കാർക്കാണെങ്കിൽ കാസ്റ്റ് ചെയ്ത് പഠിക്കാനും മീൻ പിടിച്ച് ഫീല് കിട്ടാനും, അതായത് ഈ വറ്റ സീസണാണ് ബെറ്റർ. അതായത് എല്ലാവർക്കും ഈ ചെമ്പല്ലി അഴുവയും കിട്ടണമെന്നില്ല. അത് ഡെയിലി വന്നിങ്ങനെ കാസ്റ്റ് ചെയ്യണം. ഈ സമയത്ത് തുടക്കക്കാർക്കായിരുന്നാലും ആർക്കായിരുന്നാലും കൊണ്ടുവന്ന് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ ഉറപ്പാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരാനും മീൻ പിടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരും അങ്ങനെ താല്പര്യത്തോടെ ഇരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത്, അതായത് ഇപ്പോൾ ഓണക്കാലമാണ്, ഓണം വരികയാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ലീവ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ ലീവ് കിട്ടുന്ന നിങ്ങൾ വന്നിട്ട് കാസ്റ്റ് ചെയ്യുക. 100% നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഫിഷിങ് ചെയ്യാൻ പറ്റിയ സമയമാണ് ഈ വറ്റ സീസൺ. അതുകൊണ്ട് ഒന്നും പിടിയില്ലാതെ വന്ന് കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കുക. പാര കൊടുത്താൽ വല്ലതും കിട്ടുമോ? വിലയില്ലേ? ആണല്ലേ? അല്ല, സ്റ്റാർട്ടിങ്ങിനൊക്കെ വല്ലതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നിരുന്നു.
അല്ല ഹാർബർ ഇട്ടാ ഒന്നും കിട്ടൂല. ആമാ ഓ മഴ പെയ്യും. രാവിലെയാണ്, അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ക്യാമറയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ചെസ്റ്റിലാണ്. അപ്പോൾ ചെസ്റ്റിൽ ഹോൾഡ് ചെയ്തിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് മീൻ കിട്ടുന്നുണ്ട്. അങ്ങ് മുട്ടിലൊക്കെ നല്ല രീതിയിൽ മീൻ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അരച്ചാക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ, മഴ വരികയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, മീൻ പിടുത്തം നിർത്തും, എന്നിട്ട് വീട്ടിൽ പോകാൻ നോക്കും. നല്ല മഴ കറുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല രീതിയിൽ മൂടി കെട്ടി കിടക്കുകയാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. പെരുമാതുറയിൽ നിന്ന് ഫിഷിംഗ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല രീതിയിൽ ഒറ്റത്തുമ്പിലാണ് പാര ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട്. അത്യാവശ്യം സൈസുള്ള പാരകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.